നമസ്കാരം. പ്രധാന വാർത്തകൾ. സണ്ണി ജോസഫ് ഛത്തീസ്ഗഡിലേക്ക്, കന്യാസ്ത്രീകളെ കാണും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഛത്തീസ്ഗഡിലേക്ക്. ദുർഗിലെ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ നേരിൽ കാണും. കന്യാസ്ത്രീകളുടെ ജാമ്യം പ്രോസിക്യൂഷൻ എതിർത്തതിന് തൊട്ടുപിന്നാലെ തന്നെ കോൺഗ്രസ് നിയമപരമായ എല്ലാ സഹായവും ചെയ്തു നൽകുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിന് തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്റെ മുഴുവൻ പരിപാടികളും റദ്ദാക്കി ഛത്തീസ്ഗഡിലേക്ക് പോകുന്നത്. കന്യാസ്ത്രീകളെ നേരിൽ കാണാനും അവർക്ക് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കാനുമാണ് നീക്കം. നേരത്തെ അതുമായി ബന്ധപ്പെട്ട UDF MLA-മാരെയും MP-മാരെയും ചുമതലപ്പെടുത്തിയിരുന്നു. അതിനു തൊട്ടുപിന്നാലെയാണ് KPCC അധ്യക്ഷൻ തന്നെ ഛത്തീസ്ഗഡിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ മോഷണം പോയി. സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് മോഷണമെന്നാണ് ആരോപണം. സിൻഡിക്കേറ്റ് റൂം തുറന്നാൽ VCയുടെ റൂമിൽ കയറാമെന്നും VCയുടെ അറിവോടെയാണോ ഇതെന്ന് സംശയമുണ്ടെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗം G. മുരളീധരൻ പറഞ്ഞു. സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ പോയെന്ന് അറിയാൻ കഴിഞ്ഞു. ഇത് അസാധാരണ സംഭവത്തിൽ ദുരൂഹതയുണ്ട്. സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കത്തിന്റെ ഭാഗം. സിൻഡിക്കേറ്റ് റൂം തുറന്നാൽ VCയുടെ റൂമിൽ കയറാം. VCയുടെ അറിവോടെയാണോ ഇതെന്ന് സംശയമുണ്ട്. രജിസ്ട്രാറുടെ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഈ മോഷണം. സിൻഡിക്കേറ്റ് പ്രവർത്തനം തടസ്സപ്പെടുത്താനാണ് നീക്കം. നാളെ മുതൽ VCയുടെ ഓഫീസും തുറക്കാൻ അനുവദിക്കില്ല. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. ഇങ്ങനെയൊരു സംഭവം സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യം. ദൈനംദിനം പ്രവർത്തിക്കുന്ന റൂമിന്റെ താക്കോലാണ് കാണാതെ പോയത്, G. മുരളീധരൻ പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശം. അൻസുബയുടെ പരാതിയിൽ നടനെ ചോദ്യം ചെയ്യാൻ പോലീസ്. ചലച്ചിത്രതാരം അൻസുബയുടെ പരാതിയിൽ നടൻ അനൂപ് ചന്ദ്രനെ ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. അനൂപ് ചന്ദ്രൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പരാമർശം നടത്തിയെന്നാണ് പരാതി. അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ചലച്ചിത്രതാരം ബാബുരാജിന്റെ സിൽബന്തി എന്ന രീതിയിലുള്ള പരാമർശം നടത്തിയെന്നുമാണ് പരാതി. അൻസിബയും ബാബുരാജും അമ്മയുടെ അക്കൗണ്ടിലെ പണം തട്ടാനാണ് നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുന്നതെന്നും അനൂപ് പറഞ്ഞിരുന്നു. എന്നാൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയിട്ടില്ലെന്നും സുഹൃത്തെന്ന രീതിയിലാണ് സിൽബന്തി എന്ന പദം ഉപയോഗിച്ചതെന്നുമാണ് അനൂപ് ചന്ദ്രന്റെ വാദം. മുഖ്യമന്ത്രിക്കും പോലീസിനും ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്കുമാണ് അൻസിബ പരാതി നൽകിയത്. നടൻ കലാഭവൻ നവാസ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹോട്ടൽ മുറിയിലെത്തിയതായിരുന്നു. മുറിയിൽ മരിച്ചു കിടക്കുന്നതായി റൂം ബോയിയാണ് കണ്ടത്. ചലച്ചിത്ര നടൻ അബൂബക്കറിന്റെ മകനാണ്. നടി രഹനയാണ് ഭാര്യ. 1995 പ്രദർശനത്തിനെത്തിയ ചൈതന്യം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു. തില്ലാന തില്ലാന, മായാജാലം, മാൻഡ്രേക്ക്, മൈലാഞ്ചി മൊഞ്ചുള്ള വീട്, കസബ, മാട്ടുപ്പെട്ടി മച്ചാൻ എന്നിവ അഭിനയിച്ച ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. ഗണേശ ചതുർത്ഥി പ്രമാണിച്ച് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ. ഓഗസ്റ്റ് 27 ബുധനാഴ്ച ഗണേശ ചതുർത്ഥി പ്രമാണിച്ച് കാസർഗോഡ് ജില്ലയിൽ പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സ്കൂളുകൾക്കും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കുമടക്കം പ്രാദേശിക അവധി ബാധകമായിരിക്കും.